ഇന്നലെ ഞാൻ ഒരു കതിരിങ്ങനെ പകുതി നെല്ലിങ്ങനെ എന്താ ഈ ചാഴി കുത്തി കണക്കുള്ള ഒരു ഫോട്ടോ വെച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇത് എന്ത് രോഗമാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇത് ചാഴിയുടെ ആക്രമണമല്ല, ഇതൊരു രോഗമാണെന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അത് സത്യത്തിൽ ഇത് സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഞങ്ങൾ ഇന്ന് ആ ഫീൽഡ് വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ഫീൽഡാണ്. അദ്ദേഹത്തുമായിട്ട് ഞങ്ങളത് പോയി ആ ഫീൽഡ് വിസിറ്റ് ചെയ്തു. അതിനെക്കുറിച്ച് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഗവേഷകരല്ലല്ലോ, ഞങ്ങൾ വെറും കൃഷിക്കാരല്ലേ. എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഫീൽഡിൽ പോയി ആ സംഭവം എന്നാന്ന് നമ്മളതിനെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ടൊന്ന് പോയതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളതിനെ ആ നെൽക്കതിരിനെ നമ്മളെടുത്ത് നോക്കി. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഞാൻ അതും കൂടെ ഒന്ന് കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു, ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ പറയുന്ന ഒരു പോയിൻ്റെന്ന് പറഞ്ഞാൽ, ഈ രാത്രിയിൽ അമിതമായിട്ട് മഞ്ഞുള്ള സമയങ്ങളിൽ നമ്മൾ ഈ നെല്ല് പൂ വിരിയുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഈ വരുന്ന സമയങ്ങളിൽ ഈ ഫംഗസ് ഇതിനകത്ത് കയറും. ഇങ്ങനെ ഫംഗസ് അകത്ത് കയറി കഴിഞ്ഞിട്ട് അതൊരു കുമിളിൻ്റെ അറ്റാക്കായിട്ടാണ് അതിനകത്ത് പറയുന്നത്. അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ നെന്മണികളെ ഇങ്ങനെ ഇതേ പരുവത്തിലാക്കുന്നത്. അപ്പം ഇതിന് പറയുന്ന ഒരു രക്ഷപ്പെടാൻ പറയുന്ന ഒരു കെമിക്കൽ കണ്ടൻറ്റ് ഉള്ളത് നമ്മുടെ ഈ നേറ്റീവ് വൈക്കകത്ത് അതുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഈ വർഷം ആദ്യമായിട്ടാണ് ഞങ്ങളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളത് കണ്ട് അതിനെക്കുറിച്ചൊന്ന് നിരീക്ഷിക്കാനായിട്ട് ഇന്ന് ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ ഫീൽഡിൽ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നിൽക്കാതെ കണ്ട് നമ്മൾ അവസാന നിമിഷം ഒരു പ്രിക്കോഷൻ എടുക്കണം എന്ന് പറയുന്നത്, കുമിളിന് വേണ്ടി ഒരു പ്രിക്കോഷൻ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ആധികാരികതയിലാണ് ഞങ്ങൾ വരുന്നത്. കാരണം എത്ര വില കൂടിയ വിഷമാണെങ്കിലും ശരി, വിഷമെന്ന് പറയുന്നതിലും മരുന്നാണെങ്കിലും ശരി, ഇത് 20 ദിവസം കൂടുതൽ ഒരു കുമിളിന് നമുക്ക് കിട്ടത്തില്ല, കുമിളിൻ്റെ പ്രയോഗത്തിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട സമയം, കൃത്യ ടൈമെന്ന് പറഞ്ഞാൽ തലക്കൊടി ചൊട്ട പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം ഇന്നോ നാളെയോ പൊട്ടുന്ന പരുവത്തിൽ നിൽക്കും. അപ്പോൾ ആ തലക്കൊടിക്ക് അവസാനത്തെ ഒരു ഇല ഏറ്റവും ഹൈറ്റിലേക്ക് നിൽക്കും. ആ ഇലകളിൽ വേണം ഇതിൻ്റെ സ്പ്രേയിങ് കിട്ടാനായിട്ട്. പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആണ് നമ്മുടെ ഈ കതിര് വിളയുന്ന 5-10 ദിവസത്തേക്ക് നമ്മുടെ നെല്ലിന് നല്ല പ്രൊട്ടക്ഷൻ വരത്തുള്ളൂ. നമ്മുടെ കൃഷിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഏറ്റവും വിളവ് കുറപ്പിക്കുന്ന ഏറ്റവും വലിയ ഡേഞ്ചറായിട്ടൊരു സാധനമാണ് ഈ കുമിളെന്ന് പറയുന്നത്. കുമിള് പിടിച്ചു പോയി കഴിഞ്ഞാൽ കൊലവാട്ടം വരും, ലക്ഷ്മി രോഗം വരും. ഇത് കണക്കുള്ള ഈ കതിർമണികൾ ഇങ്ങനെ ചാഴിപ്പൊട്ട് കണക്ക് ഇതായിട്ട് വരും. ഇത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് നല്ല കെമിക്കലുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനകത്ത് നമ്മളിപ്പോൾ കൃഷിക്കാർ ചെയ്യുന്ന പണികൾ, ചെയ്യാനുള്ള പണികൾ മുഴുവൻ ചെയ്യും. തൊഴിലാളികൾക്കും എല്ലാം എന്താ ഈ കമ്പനികൾ പറയുന്ന പല സാധനങ്ങളും പുളി മാറാനാണ്, കതിരിന് നീട്ടം കിട്ടാൻ, ഇതെല്ലാം ഉപയോഗിക്കും. പക്ഷേ ഏറ്റവും അവസാനത്തെ നിമിഷം നമുക്ക് ഫീൽഡിൽ നിന്നൊന്നും ഇറങ്ങാൻ പോലും മേലാത്ത വരുന്ന ഒരു സമയത്ത് നമ്മുടെ നെൽച്ചെടിക്ക് എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് സങ്കടപ്പെടാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് വരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം 3-4 ദിവസമായിട്ട് ഇങ്ങനെ മൂടാപ്പിങ്ങനെ കയറിയും മാറിയും ചെറിയ ചാറ്റമഴയൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഈ വരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നല്ല ആരോഗ്യം നിൽക്കുന്ന ചെടിയെ ചിലപ്പോൾ 5-6 ദിവസം കൊണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു പോകുന്നതിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെയുള്ള ഈ പ്രിക്കോഷൻ എടുക്കണമെന്ന്. നമുക്ക് ഈ കൂലിച്ചെലവ് കൊണ്ടാണ് നമ്മളത് വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ അത് ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരു വർഷം രക്ഷപ്പെടാം. പക്ഷേ ഏതെങ്കിലും ഒരു വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയാൽ എന്തു ചെയ്യും? അപ്പം ഇത് അത്യാവശ്യമായിട്ട് കൃഷിയിൽ വേണ്ട ഒരു പാഠമാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് വേണമെങ്കിൽ ആ ഫീൽഡിൽ പോയി വിസിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇതുകൂടെ വേണം ഞാൻ ഇന്ന് കയറ്റാം. ഓക്കെ. ഇതുപോലെ ഈ സീസണിൽ കതിരുകളിൽ കാണുന്നത് നമ്മൾ സാധാരണ പറയും, നമ്മൾ ചാഴിയാണെന്ന് പറയും. ഇത് ചാഴിയല്ല, ഇതൊരു ഫംഗൽ തന്നെയാണ്.
വെങ്കണ്ണി മോഡൽ. വെങ്കണ്ണി പങ്കലാണ് അത്. രാത്രി കാലങ്ങളിൽ മഞ്ഞോ അല്ലെങ്കിൽ ചെറിയ ഈറനോ കൂടുതലുള്ള 6 മണിക്കൂർ കൂടുതൽ ഈറൻ നിൽക്കുന്ന സമയത്ത് ഇത് ഈ ഒലിച്ച് കവളിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പങ്കൽ പോലെ വരുന്നതാണ്. അതായത് പതിരായിപ്പോയി. അത് ഈ സീസണിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്, പല പാടങ്ങളിലും കാണുന്നുണ്ട്. പുതിയൊരു അസുഖം പുതിയതല്ല, 2-3 കൊല്ലങ്ങളായിട്ട് കാണുന്നുണ്ട്. അത് പതുക്കെ ചില സീസണിലേ അത് പുറത്തേക്ക് വരത്തുള്ളൂ. അത് അമിതമായ മഞ്ഞുള്ള സമയത്തായിരിക്കും. മഞ്ഞ് രാത്രി 6 മണിക്കൂറുള്ള ആ ലക്ഷ്മി രോഗം വരത്തില്ലേ? അതേ അത് തന്നെ. ലക്ഷ്മി രോഗമല്ല, ലക്ഷ്മി രോഗം വേറെയാണ്. വേറെ അതും ഒരു ഫംഗസ് ആണ്. ഇത് കവളിൽ നിന്ന് ഇറങ്ങിയ ഉടൻ നമുക്ക് ആ ഒരു 5 ദിവസം കൊണ്ട് അതിനെ അറിയാൻ പറ്റും ഈ രോഗം ഉണ്ടെങ്കിൽ. ഇത് നേറ്റീവോ മാത്രമേ ഉള്ളൂ. നേറ്റീവോയാണ് അതിന് പരിഹാരം പറയുന്നത്. പക്ഷേ നേറ്റീവോ അടിച്ച ഫീൽഡാണ് ഇത് തന്നെ. നേറ്റീവ് ഉപയോഗിക്കുന്നത് ചൊട്ട